ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ കൃത്യമായിട്ടുള്ള തീരുമാനത്തോട് വോട്ട് ചെയ്യുന്ന ഒരു ഇലക്ഷനായിരിക്കും. അയ്യൻ്റെ സ്വർണം കട്ടവരെ ജനകീയ കോടതിയിൽ ശിക്ഷ വിധിക്കുന്ന ദിവസമാണിന്ന്. അവരെ നീതിന്യായ കോടതി അതുപോലെ തന്നെ അന്വേഷണ പരിധിയിലും ഒക്കെ തന്നെ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തി. പക്ഷെ ജനകീയ കോടതി അവരെ വെറുതെ വിടുന്ന പ്രശ്നമില്ല എന്ന് തെളിയിക്കുന്ന ദിവസമാണ് എന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തോട്ടപ്പള്ളി സ്പിൽവേ ആണ്. അത് അടിസ്ഥാനപരമായിട്ടൊന്നും മഹാപ്രളയം ഉണ്ടാക്കിയതാണ് എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ആരാ ഉന്നയിച്ചത്? ഭരണകക്ഷി MLA, അന്ന് ഇന്നത്തെ മന്ത്രി. ആ പ്രളയം ഉണ്ടാക്കിയത് മനഃപൂർവ്വമായിരുന്നു എന്ന് തെളിയിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ഓഡിയോ ക്ലിപ്പിംഗ് ഉണ്ടായി. മുഖ്യമന്ത്രി ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നും പറഞ്ഞിട്ട് ഒരു മറുപടി പോലും അതിന് പറയുന്നില്ല. പ്രളയം വിഷയമല്ലേ? ഈ പ്രളയം ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നത് 400-ലധികം പേരുടെ ജീവൻ ഒടുക്കിയിട്ടുള്ള ആയിരക്കണക്കിന് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയിട്ടുള്ള ഈ മഹാപ്രളയം, ദുരിതം തീർത്ത മഹാപ്രളയം നിങ്ങളുടെ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയണ്ടേ? തെറ്റായ ആരോപണമാണെങ്കിൽ ആദ്യം പറഞ്ഞു അത് വ്യാജ ഓഡിയോ ക്ലിപ്പിംഗ് ആണ്, AI നിർമ്മിതമാണെന്ന്. എന്നിട്ട് എന്താ കേസ് കൊടുക്കാത്തത്? അങ്ങനെ പറയാൻ പറ്റുമോ? ഒരു മന്ത്രിക്കെതിരെ അങ്ങനെ ആരെങ്കിലും വ്യാജ ഓഡിയോ ക്ലിപ്പിംഗ് ഇറക്കിയാൽ അതിന് കേസ് കൊടുക്കണ്ടേ? ഗവൺമെൻറ് നിങ്ങളാണല്ലോ ഭരണ സംവിധാനം. ഇപ്പോൾ എന്തുകൊണ്ട് പോലീസ് കേസെടുത്ത് അയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ വ്യാജമാണെങ്കിൽ? അപ്പോൾ വ്യക്തമാണ് വ്യാജമല്ല. അത് കൃത്യമായിട്ടും കൃഷ്ണൻകുട്ടിയുടെ ഓഡിയോ ആയിരുന്നു. ഒരു മന്ത്രി, തൻ്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി നടത്തിയിരിക്കുന്ന ഈ ഗുരുതരമായിട്ടുള്ള ആരോപണം, നാട്ടിലെ ജനങ്ങളെ പ്രളയത്തിൽ മുക്കിക്കൊന്നത് നിങ്ങളാണെന്നുള്ള ആരോപണം, എന്തുകൊണ്ട് നിങ്ങൾ മറുപടി പറയുന്നില്ല ആരോപണത്തിന്? ഇത് കേരള ജനത ഇന്ന് വിധി എഴുതുമ്പോൾ ആലോചിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കൃത്യമായിട്ടുള്ള ജനവിധിയായിരിക്കും കേരളത്തിലുണ്ടാകാൻ വേണ്ടി പോകുന്നത്. ആ വിധി ഒരു കാര്യം മാത്രം, സ്വർണം കട്ടവനെ സംരക്ഷിക്കുന്ന, പ്രളയം ഉണ്ടാക്കിയെടുത്ത് ജനങ്ങളെ ദുരിതത്തിലേക്ക് വാഴ്ത്തിയ, അഴിമതിയിൽ മുങ്ങിക്കുളച്ച, 10 കൊല്ലക്കായും മാലമായി നാട് ഭരിക്കുന്ന ഈ പിണറായി വീണ്ടും 5 വർഷം കൂടി ഭരിക്കണമോ? ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യം കേരളത്തിൽ മുഴക്കിയിട്ടുള്ള ശ്രീ പിണറായി വിജയനെ 5 വർഷവും കൂടി ഭരിക്കണമോ എന്നുള്ള തീരുമാനത്തിനാണ് കേരള ജനത ഇന്ന് മറുപടി പറയാൻ പോകുന്നത്. എനിക്കുറപ്പുണ്ട് കേരള ജനത ഒറ്റക്കെട്ടായി അതിനെതിരെ വിധി എഴുതും. 100-ലധികം സീറ്റുകളുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? കേരള ജനത 10 കൊല്ലം സഹിച്ചു ശ്രീ പിണറായി വിജയനെ. ഇനി 5 കൊല്ലം കൂടി സഹിക്കണം എന്നാണ് ഇന്നും പത്രത്തിലെ പരസ്യം കണ്ട. 5 കൊല്ലം കൂടെ നിങ്ങൾ സഹിക്കണം എന്നാണ് അവർ തന്നെ പറയുന്നത്. അത് സഹിക്കില്ല എന്ന് തീരുമാനിക്കുന്ന അതിനിർണായകമായ ദിവസമായിരിക്കുമെന്ന്. അത് തരംഗമായിരിക്കും, UDFന് അനുകൂലമായിട്ടുള്ള തരംഗമായിരിക്കും. പിന്നെ UDFൻ്റെ ഏറ്റവും ശക്തമായ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഗ്യാരണ്ടികൾ പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക്, അവരെയൊക്കെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട്, നമ്മുടെ സഹോദരിമാരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, യുവാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് UDF പ്രഖ്യാപിച്ചുള്ള ഗ്യാരണ്ടികളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടുള്ള വോട്ടിംഗ് ആയിരിക്കും. അത് തരംഗമായിട്ട് മാറും. അതിൻ്റെ സൂചനകളാണ് കാണുന്നത്. ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തീർച്ചയായിട്ടും ജനങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ വിധി എഴുതുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യുന്ന പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ വളരെ നിർണായകമായ ദിവസമാണെന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.